കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും പൊതുസമൂഹത്തിലും വ്യക്തമായൊരു പ്രവണത രൂപപ്പെട്ടിരിക്കുകയാണ്. അധികാരം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയ LDF മുന്നണിക്ക് ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് വ്യാപകമാകുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി വരെയും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ എന്ന വാദം ശക്തമായി ഉയർത്തിയിരുന്ന സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളും സൈബർ ഇടങ്ങളും ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നതും ശ്രദ്ധേയമാണ്. മുൻപ് ആത്മവിശ്വാസത്തോടെ രംഗത്ത് ഉണ്ടായിരുന്നവരിൽ പലരും ഇപ്പോൾ നിലപാട് മാറ്റുകയും പിന്മാറുകയും ചെയ്യുന്നുവെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വ ശൈലിയെ കുറിച്ചും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. പാർട്ടിക്കുള്ളിൽ പോലും മാറ്റം ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പോലുള്ള നേതാക്കൾ മുൻനിരയിൽ ഉണ്ടായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമായേനെ എന്ന വിലയിരുത്തലുകളും ശക്തമാകുന്നു. സംസ്ഥാനത്തെ വ്യാപകമായി ഉയർന്ന പിണറായി വിരുദ്ധ വികാരം ഈ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘടകമായി മാറിയെന്നാണ് വിലയിരുത്തൽ. ഭരണകാലത്തുണ്ടായ വിവാദങ്ങൾ, വ്യക്തിപരമായ ശൈലികൾ, പ്രചരണത്തിലെ അതിപ്രസരം ഇവയെല്ലാം ജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നാണ് വിമർശകർ പറയുന്നത്. രക്ഷകൻ പിണറായി പോലുള്ള മുദ്രാവാക്യങ്ങൾ പോലും ചിലർക്കിടയിൽ പ്രതികൂല പ്രതികരണം ഉണ്ടാക്കിയെന്ന വിലയിരുത്തലുമുണ്ട്. ഇതോടൊപ്പം തന്നെ ചില സമൂഹ വിഭാഗങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റ അഭിലാഷവും LDFന് തിരിച്ചടിയായതായാണ് വിലയിരുത്തൽ. മുൻപ് ശക്തമായ പിന്തുണ നൽകിയിരുന്ന വോട്ടർമാരിൽ പോലും ഭിന്നത പ്രകടമായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം പല മണ്ഡലങ്ങളിലും വ്യക്തമായി കാണാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം UDF മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്തുടനീളം രൂപപ്പെട്ടിരിക്കുകയാണ്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെട്ട ചില മണ്ഡലങ്ങളിൽ പോലും UDF മുന്നേറ്റം നടത്തുന്നതായാണ് സൂചനകൾ. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള മറ്റൊരു പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുപ്രവർത്തനങ്ങളിലെ അഭാവമാണ്. ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി എവിടെയാണ് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരുന്നത്. പൊതുപ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും പൊതുപരിപാടികളിൽ സാന്നിധ്യമില്ലാത്തതും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശയാത്രയെക്കുറിച്ചുള്ള അനുമാനങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും അസ്വസ്ഥത പ്രകടമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നേതൃത്വ ശൈലി തുടരുകയാണെങ്കിൽ പാർട്ടിക്ക് ഭാവിയിൽ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ആശങ്കകൾ ചിലർ തുറന്നു പറയുന്നുവെന്നാണ് വിവരം. മൊത്തത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ മുൻപ് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കാറ്റ് മാറിയെന്ന സൂചനകൾ ശക്തമാകുന്നു. LDFന്റെ തുടർഭരണ സാധ്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ UDFന്റെ വിജയ സാധ്യത ഉയർന്നു വരുന്നതായാണ് പൊതുവായ വിലയിരുത്തൽ. ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം. എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾ ഇതിനകം തന്നെ ഒരു നിഗമനത്തിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ അധികാരമാറ്റം സംഭവിക്കുമോ എന്ന ചോദ്യം ഇനി കൂടുതൽ ശക്തമായി വരികയാണ്.